കാറിലിരുന്നിട്ട് നല്ല വിശക്കുമ്പോ വീട്ടിലെ ഫുഡ് കഴിക്കുന്ന ഒരു സുഖം. അതിങ്ങനെ ഇലയെ പോയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ്. അത് വീട്ടിൽ നിന്ന് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഇങ്ങനെ വന്നിരുന്നിട്ട് കഴിക്കുമ്പോ. ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നല്ല ചോറും ചിക്കൻ കറിയും ചീര പേരും മോരും. അമ്മ എല്ലാം വേഗം പൊതിഞ്ഞു കെട്ടി തന്നതാണ്. കാരണം എനിക്ക് വീട്ടിൽ നിന്ന് വിശന്നില്ലായിരുന്നു. അപ്പൊ അമ്മ പറഞ്ഞു, അയ്യോ ഞാൻ എല്ലാം ഉണ്ടാക്കി പോയല്ലോ എന്ന് പറഞ്ഞിട്ട് അമ്മ വേഗം പൊതിഞ്ഞു കെട്ടി തന്ന്. പിന്നെ എനിക്കും ഇതാണ് ഇഷ്ടം, വീട്ടിലത്തെ ഫുഡ് കഴിക്കാന്. അടിപൊളി. അപ്പൊ നമ്മള് കോഴിക്കോട് ഒരു ഹോസ്പിറ്റലിൽ വന്നാണ്. അപ്പൊ ഇന്ന് ഇവിടെ കാണിക്കും. കാരണം നമ്മൾ ഇത്രയും ദിവസം ബബിൾ ഡോക്ടറെ അടുത്തായിരുന്നു കാണിച്ചത്. അപ്പം 7 മാസം ആവുന്നതിനെ കൊണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നാണ്. അറിയില്ല എങ്ങനെ ഉണ്ടെന്ന്. 2 ടൈപ്പിലും ആൾക്കാർ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ പോയി നോക്കി എങ്ങനെയാന്നൊക്കെ അറിയാന്ന് വിചാരിച്ചു. അപ്പം ഭക്ഷണം കഴിച്ചിട്ട് ഡോക്ടറെ പോയി കാണിക്കാം അല്ലേ? പരിചയമുള്ള ആരെങ്കിലും ഇവിടുന്ന് ഉണ്ടോ ഡെലിവറി കഴിഞ്ഞ്? ഇല്ല, നോറ പറഞ്ഞു നോറ കൺസൾട്ടേഷനൊക്കെ ഇവിടെ വരലുണ്ടെന്ന് പറഞ്ഞു. വേറെ ഡെലിവറിക്കൊന്നും അതുല്യ ഇവിടെ കാണിച്ചിരുന്നു തോന്നുന്നു. പക്ഷെ അവള് പിന്നെ മാറ്റി വേറെ സ്ഥലത്താ പോയത്. എന്തായാലും ഭക്ഷണം എല്ലാം കഴിച്ചാൽ മതി, തിരക്കൊന്നുമില്ല. കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് ചോറ് അതെന്തുകൊണ്ടാന്ന് വെച്ചാല് നല്ല തലവേദന ഉണ്ടാവലുണ്ട്, മൈഗ്രെയിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് പുറത്തുള്ള ആൾക്കാർ കാണുമ്പോഴായിരിക്കും എന്തൊരു പ്രഹസനാണ് സംഭവം. അതല്ല, ഇതെടുത്ത അപ്പൊ ഞാൻ കിടപ്പിലാവും. ഞാൻ എന്നോട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആളുടെ ബാഗ് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു ബാഗിന്റെ സിബ് ഇങ്ങനെയാണ്, നിലത്ത് വീണാൻ നോക്കണം എന്ന്. അപ്പൊ ഞാൻ തലകറങ്ങി വീണാൻ നോക്കണം. അപ്പൊ ഞാൻ ചാന്താ എനിക്ക് തീരെ വയ്യ, ചിലപ്പോ തലകറങ്ങി വീഴുമ്പോ ഈ ബാഗ് എടുത്ത് ഓടുന്ന സമയത്ത് ബാഗത്തെ ഫോണൊക്കെ വീണ് പോകാൻ സാധ്യതയുണ്ട്. അതെവിടെ പോയി ബാഗ്? അത് മിത്താട്ടനെ എവിടെ പോയി? ദുബായിൽ പോയി വരുമ്പോ ഗിഫ്റ്റ് ചെയ്തായിരുന്നു. അപ്പം അതിന് ഇതില്ല, സിബില്ല. അപ്പൊ അവൻ ഞാൻ പേടിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് തലകറക്കുണ്ട് അതുകൊണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഇതും കൂടി എടുത്തു കഴിഞ്ഞാല് നല്ല വെയിലവിടെ. അപ്പൊ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം. അതുകൊണ്ട് കഷ്ടപ്പെട്ട് ഇതൊക്കെ കഴിച്ചോണ്ടിരിക്കുക. ഏകദേശം ഇപ്പൊ എത്ര മാസമായി? കറക്റ്റ് 6 months 2 daysനുള്ളിൽ കഴിയും. ആണോ? 7th month സ്റ്റാർട്ട് ആവും. നമുക്ക് ഡോക്ടർ അപ്പോയിന്റ്മെന്റിന്റെ സമയം ഒരു 10 മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ട്. പോയി നോക്കാം. എന്തായാലും തല കറങ്ങുമെന്ന് വിചാരിച്ചെനക്കും. ഞാൻ പിന്നെ പറഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് തന്നെ പോവാം. അഥവാ ഇപ്പൊ ഡോക്ടർ പോയാലും നമുക്ക് നാളെ വന്ന് കാണിക്കാലോ. പക്ഷെ വയ്യാണ്ടായിക്കണ്ട, ചിലപ്പോൾ ഇവിടെ തന്നെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. കോഴിക്കോട് സ്റ്റാർ കെയറിൽ പോയിട്ട് നമ്മൾ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിട്ട് നമുക്ക് നോർമൽ ചെക്കപ്പ് കാര്യങ്ങൾ, ഹൈറ്റ് വെയിറ്റ് ഒക്കെ ചെക്ക് ചെയ്യാണ്ടായിരുന്നു. എന്നിട്ട് ഡോക്ടർ കുറച്ച് വെയിറ്റ് ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു എന്തോ ഓപ്പറേഷനോ എന്തോ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 2 മണിക്കൂറോളം നമ്മളവിടെ വെയിറ്റ് ചെയ്തു. ആ ഒരു വെയിറ്റ് ചെയ്യുന്ന ടൈം തള്ളി നിൽക്കാൻ വേണ്ടി അവിടുത്തെ നമ്മളെ റൂം ഉണ്ടാവുമല്ലോ, പാക്കേജുള്ള റൂമൊന്ന് പോയി കണ്ടു. ഭയങ്കര വലിപ്പമുള്ളതിലും നല്ല രസമുള്ളതെന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ പാക്കേജ് ഡീറ്റെയിൽസും കാര്യങ്ങളും, എത്ര പേയ്മെൻറ്റ് വരുന്ന ഒരു പാക്കേജായിട്ടാണ് അവിടെ, അതൊക്കെ അന്വേഷിച്ച് വെച്ചു. അപ്പം നമുക്ക് എന്തായാലും എങ്ങനെയാണെന്നൊക്കെ ഒന്ന് അറിയണമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഈ ആ സമയം അങ്ങനെ യൂസ് ചെയ്തത്. അപ്പം ഡോക്ടറെ കാണിച്ചു. നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ബബൂഷിത കളിച്ചുകൊണ്ടിരിക്കുന്നു. അതുമല്ല ബാവേ, ഫോണ് വിളിച്ചപ്പോ എന്താ ബബ്ലൂഷി പറഞ്ഞേ? ബബ്ലൂഷിന് ഫോണ് വിളിച്ചപ്പോ എന്തൊക്കെയാ പറഞ്ഞു നോക്ക്, പറഞ്ഞു നോക്കട്ടെ. ബബൂഷി പറഞ്ഞ് അമ്മ അച്ഛ വേഗം വരണോ കേട്ടോ, പക്ഷെ അച്ഛനോട് സ്പീഡിൽ വരാൻ പറയണോ, പക്ഷെ വണ്ടി ഉള്ളടത്ത് കൂടി ഒന്നും സ്പീഡിൽ വരണ്ട അല്ലേ, മെല്ലെ വന്നാ മതി. പിന്നെ ചോദിച്ച് അമ്മ നല്ല വഴി കൂടിയാണോ ഒന്ന് പോയത്, ഇച്ചിച്ചി വഴി കൂടിയാണോ എന്ന്. കാരണം ഈ റോഡ് ഫുള്ള് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ഞാൻ പറഞ്ഞ നല്ല വഴി കൂടിയാണ്. അമ്മ വരുന്നേനൊക്കെ നോക്കി വരണം പഞ്ഞില്ലേ. എന്നിട്ട് എന്റെ പഞ്ഞി ടോയ് വാങ്ങാം. ടോയ് വാങ്ങാൻ അപ്പൊ അങ്ങനെ നമ്മൾ അവിടുന്ന് ഡോക്ടറൊക്കെ കാണിച്ചു. നമുക്ക് അറിയായിരുന്നേ ടി വി എങ്ങനെയാണ്. അപ്പൊ നമുക്ക് അവിടുത്തെ നോറ ത്രൂ ഒരു സ്റ്റാഫിനെ അറിയായിരുന്നു. അപ്പൊ അവര് എന്താ പറയാ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെ നമ്മൾ അല്ലാതെ ഡോക്ടറെ കാണിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം കുഴപ്പമൊന്നുമില്ല, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ വേഗം വാട്സപ്പ് ചെയ്യാൻ വേണ്ടിട്ട് വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട്. പിന്നെ 1 month കഴിഞ്ഞിട്ട് അപ്പൊ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്നല്ല. പിന്നെ നമ്മൾ റൂമൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു, കുഴപ്പമൊന്നുമില്ല, നല്ല റൂമൊക്കെ തന്നെയാണ്.
അപ്പം നമുക്കൊന്ന് നോക്കിയിട്ട് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാന്. നെക്സ്റ്റ് മന്ത് കാണിക്കാൻ ചെല്ലാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെയാണ് നമ്മൾ പിന്നെ ഒരു വ്ളോഗായിട്ട് എടുത്തതാണ്. ഞങ്ങളെ സജസ്റ്റ് ചെയ്യുക നല്ലതാണോ എന്നൊക്കെ ഞങ്ങളെ കമൻറ്റ്. കാരണം നമുക്ക് കോഴിക്കോട് ടൗണിൽ അത്ര പരിചയമില്ല ആൾക്കാരെ. എനിക്ക് ടൗണിൽ പരിചയമുണ്ട്. എന്റത് കോഴിക്കോട് ടൗണിലാണ് വീട്. പിന്നെ എൻ്റെ മേമയൊക്കെ പ്രസവിച്ച എസ്റ്ററിലല്ലേ? എസ്റ്ററാണ് കുറച്ചും കൂടി എടുത്ത്. നമ്മളപ്പോ അത് ഏതാന്നുള്ളത് ഒന്നുകൂടി ഒന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം നമുക്ക് ഓക്കെ ആയിട്ടുള്ളത് പാക്കേജ് നമ്മുടെ ലിസ്റ്റിലുള്ള കുറച്ച് ഹോസ്പിറ്റൽസ്. ഇനി ഞാൻ ഉദ്ദേശിക്കുന്ന ബാക്കിയുള്ള ഒരു 3-4 ഹോസ്പിറ്റലിൽ ഒന്ന് പോയി കണ്ടു നോക്കാന്നുള്ളൊരു ഐഡിയ ഉണ്ട്. അപ്പം ഹസ്ബൻഡിന് കൂടെ നിൽക്കാൻ പറ്റുന്ന ഫെസിലിറ്റി എല്ലാം എങ്ങനെയൊക്കെയാണ് ബാക്കിയുള്ളടത്ത് ഒന്ന് നോക്കണം. പറ്റും. സിസേറിയൻ അല്ലെങ്കിൽ നോർമൽ ഡെലിവറി ആണെങ്കിൽ ഒരു ബൈസ്റ്റാൻഡർ പറ്റും. പിന്നെ ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ റൂം വേറെയാണ്, ലേബർ റൂം വേറെയാണ്, അങ്ങനെയാണ്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് രാഹുൽ. അവൻ്റെ ഭാര്യ പ്രസവിച്ചത് മാട്രിയലായിരുന്നു. അപ്പോൾ അവനത് അടിപൊളിയാന്നൊക്കെ പറഞ്ഞേക്ക്. അപ്പോൾ അതിനെ പറ്റി ഒന്ന് അന്വേഷിച്ച് നോക്കണം. അപ്പോൾ ഞങ്ങളുടെ സജഷൻസൊക്കെ ഒന്ന് കമൻറ്റിലൂടെ പറയുക. എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം. ബൈ.